പൾസർ സുനിയും എത്തിയിട്ടുണ്ട്. പൾസർ വരുന്ന ദൃശ്യങ്ങൾ നേരത്തെ കണ്ടിരുന്നു. മാസ്ക് ഒക്കെ വെച്ചിട്ടാണ്. പൾസർ സുനി കൊടും കുറ്റവാളിയാണ്, കൊട്ടേഷൻ സംഘാംഗമാണ്, സിനിമാ മേഖലയിൽ ഡ്രൈവറായി പ്രവർത്തിക്കുകയായിരുന്നു. നേരത്തെയും നടിയെ ആക്രമിക്കാൻ, ഗോവയിൽ വെച്ച് നടിയെ ആക്രമിക്കാൻ പദ്ധതി ഒരുക്കിയതാണ്. നടിയെ ഗോവയിൽ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തത് ഈ പൾസർ സുനിയാണ്. അന്ന് മുഖം കണ്ട പരിചയത്തിലാണ് ഈ ആക്രമണം നടന്ന ദിവസം കാറിൽ വെച്ച് എന്നെ ഗോവയിൽ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത ആളല്ലേ എന്ന് ചോദിച്ചത്. അത് കേട്ടിട്ടാണോ, അപ്പോൾ എന്നെ തിരിച്ചറിഞ്ഞു അല്ലേ എന്ന് പറഞ്ഞ് പൾസർ സുനി ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി പുറകിലെ സീറ്റിലേക്ക് വരുന്നത്. പൾസർ സുനി എത്തിയിരിക്കുകയാണ്. പൾസർ സുനിക്ക് കിട്ടുന്ന ശിക്ഷയെന്ത്, ദിലീപിന് കിട്ടുന്ന ശിക്ഷയെന്ത്? പൾസർ സുനിയും ദിലീപും ഒരേ കോൾ ലൊക്കേഷനിൽ വന്ന, ഒരേ ഫോൺ ടവർ ലൊക്കേഷനിൽ വന്ന സംഭവ വികാസങ്ങൾ അത് കോടതിയിൽ പ്രസന്റ് ചെയ്തിരുന്നു പ്രോസിക്യൂഷൻ. അബാദ് പ്ലാസ മുതൽ ജോർജ് ഏട്ടൻസ് പൂരം എന്ന സിനിമയുടെ ലൊക്കേഷൻ വരെയുള്ള വിവിധ സമയങ്ങളിൽ പൾസർ സുനിയും ദിലീപും ഒരുമിച്ചുണ്ടായിരുന്നതിൻ്റെ തെളിവുകൾ പ്രസന്റ് ചെയ്തിരുന്നു. ഇതൊക്കെ കോടതിക്ക് സ്വീകാര്യമാണോ അറിയാൻ നമ്മൾ അല്പസമയം കൂടി കാത്തിരിക്കണം. 10:31 ബി മണികണ്ഠൻ ഇപ്പോൾ കോടതി മുറിയിൽ എത്തിയിരിക്കുന്നു. ബി മണികണ്ഠൻ കൊട്ടേഷൻ സംഘാംഗമാണ്. പൾസർ സുനി ഈ കൃത്യം നിർവഹിക്കുന്ന സമയത്ത് വണ്ടി ഓടിച്ചിരുന്നത്, വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്നത് ബി മണികണ്ഠനായിരുന്നു. ആദ്യം അങ്കമാലി പിന്നിട്ട് അത്താണി എത്തുമ്പോൾ ആദ്യം ടെമ്പോ ട്രാവലറിൽ നിന്ന് നടിയുടെ വാഹനത്തിൽ കയറിയ 2 പേരിൽ ഒരാൾ ബി മണികണ്ഠനാണ്. അതിനുശേഷം പിന്നീട് സുനി കയറി കുറ്റകൃത്യം നിർവഹിക്കുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്നത് മണികണ്ഠനാണ്. മണികണ്ഠൻ കോടതിയിലെത്തിയിരിക്കുന്നു. പൾസർ സുനി കോടതിയിലേക്ക് എത്തുന്നു. ദിലീപ് കോടതിയിലെത്തിയിരിക്കുന്നു. ഈ കേസിലെ പ്രതികളെല്ലാവരും തന്നെ കോടതിയിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പൾസർ സുനി ഒരു മാസ്ക് ധരിച്ചിട്ടുണ്ട്, മുഖം മറച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയും ഹീനമായ ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട ആളുകൾ അങ്ങനെ തന്നെയാണ് നടക്കേണ്ടത്, നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കേരളം ആഘോഷിച്ച, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന ഒരു സിനിമാ താരമാണ്. പക്ഷേ നമ്മൾ കുറച്ചു മുമ്പ് കണ്ടു, ഒരു വാഹനത്തിൽ വീട്ടിൽ നിന്ന് കോടതിയിലേക്ക് പോകുന്നതിനിടയിൽ ക്യാമറയുടെ മുന്നിൽ പെടാതിരിക്കാൻ വാഹനത്തിന്റെ ചില്ലുകൾ മറച്ചു വെക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ പക്ഷേ ഈ എല്ലാ പീഡനങ്ങൾക്കും ഇരയായി ഇത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടും ആ അതിജീവിത ചിരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ ഒരുപാട് തവണ എത്തിയിട്ടുണ്ട്. ആ ആത്മവിശ്വാസം കേരളത്തിലെ സ്ത്രീകൾക്ക് പകർന്നു നൽകിയത് ചില്ലറയല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പ്രതികൾ എല്ലാവരും തന്നെ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. 11 മണിക്കാണ് കോടതി നടപടികൾ തുടങ്ങുക. പ്രദീപ് ജോസഫ് ഉണ്ട് വിവരങ്ങളുമായി. പ്രതികൾ എല്ലാവരും തന്നെ എത്തുകയാണ്. പൾസർ സുനി, ബി മണികണ്ഠൻ, ദിലീപ്, ശരത്ത് തുടങ്ങിയവർ എത്തിയിരിക്കുന്നു. 10:32 11 മണിക്കാണ് വിധി പ്രസ്താവം പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ, ദിലീപ് 8ാം പ്രതിയായ ദിലീപ് ഉൾപ്പെടെ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ ഏതാണ്ട് എല്ലാവരും തന്നെ ഇതിനോടകം തന്നെ കോടതി ഹാളിലും കോടതി പരിസരത്തുമായി എത്തിക്കഴിഞ്ഞു. ഇനി നിമിഷങ്ങൾ മാത്രമാണ് വിധി പ്രസ്താവനത്തിന് അവശേഷിക്കുന്നത്. ആ പ്രതികളിൽ പലരുടെയും മുഖത്ത് ഒരു ആകാംക്ഷ തെളിഞ്ഞു കാണാമായിരുന്നു. അതേസമയം ചിലരാവട്ടെ ചിരിച്ചു കളിച്ചുള്ള മുഖഭാവത്തോടുകൂടി കോടതിയിലേക്ക് കയറി പോകുന്നതും കാണാൻ കഴിയുമായിരുന്നു. സുപ്രീം കോടതിയുടെ കൂടി നിർദ്ദേശമനുസരിച്ചാണ് ഇന്ന് വിധി പ്രസ്താവം നടക്കുന്നത്. അതായത് നേരത്തെ പലതവണ ഈ വിചാരണ നടപടികൾ നീണ്ടുപോയപ്പോൾ അതിജീവിത ഉൾപ്പെടെ കോടതിയെ സമീപിച്ചിരുന്നു. അങ്ങനെയാണ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രസ്താവം ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വിധി പ്രസ്താവം ഉണ്ടാകാൻ പോകുന്നത്. അതേസമയം കേരളത്തിൻ്റെ പൊതുസമൂഹം സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കേസെന്നാണ് ഈ നടിക്കുണ്ടായ ദുരനുഭവം എന്ന് പറയുന്നത്. ചലച്ചിത്ര മേഖലയിലെ ആളുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സമൂഹത്തിന് നല്ല ഒരു മാർഗനിർദ്ദേശവുമായി അല്ലെങ്കിൽ നല്ല തലത്തിൽ അവരെ പലരും മാതൃകയാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു തലത്തിൽ മുന്നോട്ട് പോകേണ്ടവരാണ്. പക്ഷേ അവിടെ നിന്നാണ് ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായത് എന്നുള്ളത് ഏറെ ചർച്ചാ വിഷയമായിരുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ കൊട്ടേഷൻ കൊടുത്ത് ഒരു ലൈംഗിക അതിക്രമം നടത്തിയ രാജ്യത്തെ ആദ്യ കേസ് എന്നുള്ള ഒരു കുപ്രസിദ്ധമായ എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലുള്ള ഒരു വിശേഷണം പോലും ഈ കേസിനുണ്ടായിരുന്നു. അതും കേസിനെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമാക്കിയ ഒരു സംഭവമാണ്. ഒട്ടേറെ സാമൂഹികമായ ഇടപെടലുകൾ, രാഷ്ട്രീയം മറന്ന് ആളുകൾ അതിജീവിതയ്ക്ക് വേണ്ടി ഒരുമിച്ച ഒരു സംഭവം കൂടിയാണ് ഈ കേസ് എന്ന് പറയുന്നത്. വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളിൽപ്പെട്ടവർ, വ്യത്യസ്ത ചിന്തകളുള്ളവർ, സ്ത്രീകൾ, കുട്ടികൾ, അങ്ങനെ എല്ലാവരും അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടി പൊതുസമൂഹത്തിൽ ഇറങ്ങിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഒട്ടേറെ പ്രതിഷേധ പരിപാടികൾ, സംഗമങ്ങൾ, കേരളമാകെ അവൾക്കൊപ്പം എന്ന് പ്രഖ്യാപിച്ച കൊടും കുറ്റകൃത്യമാണിത്. അവൾക്കൊപ്പമാകുമോ നീതി എന്നുള്ളതാണ് ആകാംക്ഷ. അവൾക്കൊപ്പമാകില്ലേ നീതി എന്നുള്ളതാണ് ആശങ്ക. എന്തായാലും 8ാം പ്രതി ദിലീപ്, 10ാം പ്രതി ശരത് ജി നായർ, 4ാം പ്രതി മണികണ്ഠൻ, അതുപോലെ 1ാം പ്രതി പൾസർ സുനി തുടങ്ങിയവർ ഇപ്പോൾ കോടതി മുറിക്കകത്ത് എത്തിയിരിക്കുകയാണ്. എന്താകും വിധി? 10:34 സമയം.